ബംഗാളിനെ വീണ്ടും കലാപഭൂമിയാക്കാനുള്ള നീക്കങ്ങളാണ് മമതയും കൂട്ടാളികളും നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ നടത്തിയ ഒരു പഴയകാല പ്രസംഗം സമൂഹ മാധ്യമത്തിൽ വീണ്ടും വൈറലായി തന്നെ മാറുകയാണ്. അന്ന് നദ്ദയുടെ വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ ജനരോക്ഷം എന്നതായിരുന്നു വിശേഷിപ്പിച്ചത്. ഇതിലൂടെ തന്നെ ആ ഒരു നിലപാട് വ്യക്തമാവുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നേരെയുണ്ടായ ആക്രമണം, അത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് വഴി തുറക്കുകയാണ്. ബംഗാളിലെ രാഷ്ട്രീയ ആക്രമണങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് TMC നേതൃത്വത്തിന്റെ തനി നിറമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ബി.ജെ.പി. തുറന്നടിച്ചിരിക്കുന്നതും. മുൻപ് ആക്രമണങ്ങളെ പിന്തുണച്ചവർക്ക് ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ മറുപടി ലഭിക്കുന്നു എന്നതാണ് ബി.ജെ.പി. ഇവിടെ ഉന്നയിക്കുന്നത്. ആക്രമണങ്ങൾക്കും ഇരവാദത്തിനെയും അതിനെതിരെയുള്ള രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമായി തന്നെ ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ പങ്കുവയ്ക്കപ്പെടുകയാണ്. അതേസമയം പശ്ചിമ ബംഗാളിലെ സോനാർപൂരിൽ വെച്ച് നടന്ന TMC നേതാവ് അഭിഷേക് ബാനർജിക്ക് നേരെ കല്ലേറും ചെരുപ്പേറും ഉണ്ടായ സംഭവത്തിന് പിന്നാലെയാണ് പഴയ വീഡിയോ വൈറലായി മാറുന്നത്. അന്ന് ജെ.പി. നദ്ദയുടെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ ന്യായീകരിച്ച ബാനർജിക്ക് അതേ ഗതി വന്നത് കർമ്മബലം എന്നത് തന്നെയാണ് ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഡയമണ്ട് ഹാർബറിൽ വെച്ച് ജെ.പി. നദ്ദയുടെ വാഹന വ്യൂഹം ആക്രമിക്കപ്പെട്ടപ്പോൾ ആക്രമണം ജനങ്ങളുടെ രോഷമാണ്, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നതായിരുന്നു അഭിഷേക് ബാനർജി പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങൾ അത് ബാധിച്ച കുടുംബങ്ങളെ കാണാൻ അവിടെ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ അഭിഷേക് ബാനർജിക്ക് നേരെ കല്ലേറും ചെരുപ്പേറും മൊട്ടയേറും അടക്കമുണ്ടായത്. പ്രതിഷേധകർക്ക് അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേസമയം പശ്ചിമ ബംഗാളിൽ മറ്റൊരു തൃണമൂൽ കോൺഗ്രസ് ഉന്നത നേതാവിന് നേരെ കൂടി ആൾക്കൂട്ട ആക്രമണമുണ്ടായി. പാർട്ടിയുടെ മുതിർന്ന നേതാവും ലോക്സഭാ MP-യുമായ കല്യാൺ ബാനർജിക്ക് നേരെയാണ് ഇത്തരത്തിൽ ജനരോഷമുണ്ടായിരിക്കുന്നത്. ഹൂഗ്ലി ജില്ലയിലെ ചണ്ടാതാലിയിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ കല്യാൺ ബാനർജിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചണ്ഡിതാല പോലീസ് സ്റ്റേഷന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടയിലാണ് സംഭവം. പ്രദേശത്ത് തുടരുന്ന രാഷ്ട്രീയ ആക്രമണങ്ങൾക്കെതിരെയും തൃണമൂൽ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് നിവേദനം നൽകാൻ എത്തിയതായിരുന്നു അവിടെ മണ്ഡലത്തിൽ നിന്നുള്ള MP-യായ കല്യാൺ ബാനർജി. പോലീസ് സ്റ്റേഷന് പുറത്ത് തൃണമൂൽ പ്രവർത്തകരും സ്റ്റേഷന് പുറത്ത് തടിച്ചുകൂടിയ ജനങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും സംഘർഷവും ഉണ്ടായതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഈ വിഷയത്തിന്മേൽ ഉയർന്നു വരുന്നത് എന്ന മറ്റൊരു സൂചന കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.